കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലി നിർത്തി. അപ്പോൾ അതിൽ ഈ മഹിഷാസുരൻ ദേവന്മാരോട് ചെയ്ത അതിക്രമമൊക്കെ കേട്ടിട്ട് കോപിഷ്ഠനായിട്ടുള്ള വിഷ്ണുവിൻ്റെ മുഖത്ത് നിന്ന് ഒരു തേജസ് പുറപ്പെട്ടു, അല്ലെങ്കിൽ ഉണ്ടായി, ആവിർഭവിച്ചു. അതേപോലെ തന്നെ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും മുഖങ്ങളിൽ നിന്നും ഓരോ മഹത്തായ തേജോ ഗോളം മൂന്നാളുടെ മുഖങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി നമുക്ക് ശ്ലോകം 10 വായിക്കാം. അന്യേഷാം ചൈവ ദേവാനാം ശക്രാദീനം ശരീരത നിർഗതം സുമഹദ് തേജസ്തൈക്യം സമഗച്ഛത. എങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടതാണ്? ദേവി ഉദ്ഭവിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല കേട്ടോ. എന്താ അറിയോ, ദേവി നിത്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനു മുമ്പേ. ദേവിക്ക് ഉദ്ഭവവും നാശവും ഒന്നുമില്ല. പക്ഷേ ഈ തേജോരൂപത്തിൽ നിന്ന് ഒരു രൂപം ഉണ്ടായി. ആ ശക്തി എന്നുണ്ട്, ദേവീ ശക്തി. അത് നിത്യമാണ്. ഒരു രൂപം ആദ്യം മഹാകാളിയായിട്ടുണ്ടായി 10 കൈയോടെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈ മധുകൈയുടെ വധത്തിൻ്റെ നിമിത്താവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഹിഷാസുരൻ്റെ വധത്തിന് വേണ്ടി മഹാലക്ഷ്മി രൂപം 18 കൈയാണത്രേ. അപ്പോൾ അത് നമുക്ക് ഇനി അതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ദേവി ഉദ്ഭവിച്ചു നമ്മൾ പറയുന്ന അർത്ഥമില്ല, പക്ഷെ ആവിർഭവിച്ചു, അതായത് ഒരു രൂപം, ഇത്രേ പറയാനുള്ളൂ കേട്ടോ. അന്വേഷാം മറ്റുള്ള ശക്രാദീനാം ദേവാനാം ശരീരതഃ ച ഏവ, ബാക്കിയുള്ള ഇന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും സുമഹത്ത് തേജഃ നിർഗതം, ഇതേപോലെ മഹത്തായ തേജസ് പുറപ്പെട്ടു, അല്ലെങ്കിൽ തേജസ് ഗോളങ്ങളങ്ങനെ അവരുടെ മേലിൽ നിന്നൊക്കെ, അവരുടെയൊക്കെ ബാക്കി ഈ 33 കോടി ദേവന്മാരുടെ മുഖങ്ങളിൽ നിന്നും ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ശരീരങ്ങളിൽ നിന്നും പുറപ്പെട്ട പോലെ ഓരോരുത്തരുടെയും ശക്തി മുഴുവനുള്ള തേജോഗോളങ്ങൾ, അവരുടെ ശക്തിയാവുന്ന തേജസ് പുറപ്പെട്ടു. എന്നിട്ട് സുമഹത്തേജ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ ഉണ്ടായതറിയോ, അതെല്ലാം ഒന്നിച്ചങ്ങോട്ട് ചേർന്നു. തത് ച ഐക്യം സമാഗത, അതൊക്കെ ഒന്നായിത്തീർന്നു. അപ്പം ആലോചിച്ച് നോക്കൂ, എല്ലാ ദേവന്മാരുടെയും ശക്തി മുഴുവൻ ചേർന്ന ശക്തിയാണ് ഭഗവദ്ര ശക്തി, മഹാലക്ഷ്മി. ഇപ്പോൾ ഇവിടെ എല്ലാ ദേവന്മാരെയും അങ്ങനെ ആദ്യം ത്രിമൂർത്തികളിൽ നിന്ന് ഉത്ഭവിച്ച ആ തേജസ്സുകളും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, പിന്നെ മറ്റെല്ലാ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച എല്ലാ തേജോഗോളങ്ങളും എല്ലാം ഒന്നായിത്തീർന്നു എന്നാണ് ഇനി പറയുന്നത്. ഇനിയാണ് ഒരു നാരീ രൂപം ഉണ്ടാവുക. ഇപ്പം എല്ലാവരുടെ തേജസ്സും കൂടെ ഒത്തുകൂടിയിട്ടോ. ഇനി നമുക്ക് 11ലേക്ക് പോകാം, 10 വായിച്ചിട്ട്. അന്യേഷാം ചൈവ ദേവാനാം ശക്രാദീനം ശരീരത നിർഗതം സുമഹദ് തേജസ്തൈക്യം സമഗച്ഛത. ഐക്യം സമഗച്ഛത പറഞ്ഞാൽ എന്താ? ആ തേജോഗോളങ്ങൾ മുഴുവൻ ഒന്നങ്ങടായി. അപ്പം ആലോചിച്ചോളൂ എത്ര തേജസ്സാണല്ലേ. ഇനി 11. അതീവ തേജസം കൂടം, അതുകൊണ്ടാണ് അതീവ എന്ന് പറഞ്ഞ കേട്ടോ. അതീവ തേജസം കൂടം ജ്വലന്തമിവ പർവ്വതം ദദൃശുസ്ത്രിദശാസ്തത്ര ജ്വാലാവ്യാപ്തദിഗന്ധരം. അപ്പം എന്താ? ത്രിദശാഹ ദേവന്മാർ തത്ര തേജസാം, ഒരു തേജോ ഗോളത്തിന് തന്നെ കണ്ടു. തേജസാം കൂടം ദദൃശു, അതാണ് തേജോ ഗോളം, തേജസ് ഒന്നിച്ച് ചേർന്നത് കണ്ടു ദേവന്മാരപ്പോൾ. അവിടെ ഒരു തേജോ രാശി അല്ലെങ്കിൽ ഒരു തേജോ ഗോളം കണ്ടു. എപ്രകാരമുള്ളതറിയോ? അതീവ ജ്വലന്തം, വളരെയധികം ജ്വലിക്കുന്ന അല്ലെങ്കിൽ പ്രകാശമാനമായ അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു തേജോ രാശി അല്ലെങ്കിൽ തേജോ ഗോളം. ഏതുപോലെ?
പർവ്വതം ഇവ, പർവ്വതത്തിൻ്റെ അത്ര വലിപ്പം. എന്നിട്ടോ ജ്വാല വ്യാപ്ത ദിഗന്ധരം, എന്നിട്ട് ആ തേജോ ഗോളം സകല ദിക്കിലും ഇങ്ങോട്ട് വ്യാപിച്ചു. 3 ലോകങ്ങളിലും, അല്ലെങ്കിൽ 14 ലോകങ്ങളിലെന്ന് പറയാം നമുക്ക്. 3 ലോകം എന്ന് പറയുമ്പോൾ എന്താ അറിയോ? അധോലോകവും ഭൂമിയും മുകളിലുള്ള ഊർധ്വലോകം, അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ 3 ലോകം എന്ന് പറയണത്. ശരിക്കും ആ 3 ലോകത്തിൽ 14 ലോകമുണ്ട്. അധോലോകം 7, ഭൂമി, മുകളിൽ ഊർധ്വലോകം 6, ബ്രഹ്മലോകം വരെ, പാതാളം തൊട്ട് ബ്രഹ്മലോകം വരെ ഈ തേജോ ഗോളത്തിൻ്റെ ആ പ്രകാശം അങ്ങട് പരന്നു വ്യാപിച്ചു. അതാണ് വ്യാപ്തം എന്ന് പറഞ്ഞ, വ്യാപ്ത ദിഗന്ധരം, ബ്രഹ്മാണ്ടം മുഴുവൻ എന്ന് പറയാം. ഇങ്ങനെ ആ ഇങ്ങനെ എന്താണ് എല്ലാ തേജസ്സുകളും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് വളരെ പ്രകാശമാനമായിട്ട് തിളങ്ങണ തേജോ ഗോളം ഒരു പർവ്വതം പോലെ വലുതായിട്ട്, നമുക്കതിലധികം വലുതായിട്ടുള്ളത് കാണാൻ പറ്റില്ലല്ലോ. അത് എന്നിട്ട് അതിൻ്റെ ജ്വാല, അതിൻ്റെ പ്രകാശം, അതിൻ്റെ ജ്വാലകൾ കൊണ്ടെന്നോ പ്രകാശം കൊണ്ടെന്നോ എന്താ വെച്ചാൽ പറയാം. അതുകൊണ്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സകല ദിക്കിലും 14 ലോകങ്ങളിലും എല്ലാ ഗ്രഹങ്ങളിലും എന്ന് വേണ്ട ഈ ദിഗന്ധരം ലോകം മുഴുവനെ ആ പ്രഭയാൽ നിറഞ്ഞു ആ തേജോഗോളത്തിൻ്റെ. എന്നിട്ടോ അതീവ തേജസം കൂടം ജ്വലന്തമിവ പർവ്വതം ദദൃശുസ്ത്രിദശാസ്തത്ര ജ്വാല വ്യാപ്ത ദിഗന്ധരം. വ്യാപ്തം ചെന്താ പരന്നു എല്ലാ ദിഗന്ധരം മുഴുവൻ. ഇനി 12 അതുലം തത്ര തത്തേജ. നമുക്കതിനെ ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുല്യാണ്. അതുപോലൊരു തേജസ് ഇനി വേറെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അതുല്യാണ്. അതാണ് അതുല. തത്ര തത്തേജ സർവദേവ ശരീരജം ഏകസ്ഥം തദഭൂന്നാരി വ്യാപ്തലോകത്രയം ദ്വിഷ. അങ്ങനെയാണ് നമ്മുടെ ഭഗവതി ഉണ്ടായത്. എന്തൊരു രസമല്ലേ നോക്കൂ. തത്ര 12ാമത്തെ അവിടെ സർവദേവ ശരീരജം, ഈ സർവദേവന്മാരുടെയും 33 കോടി ദേവന്മാരുടെയും ശരീരങ്ങളിൽ നിന്നുണ്ടായ അതുലം തത് തേജ, നിസ്തുലമായ അല്ലെങ്കിൽ അതുല്യമായ, ഒരു കമ്പാരിസൺ ഇല്ല, അത് പറയാൻ പറ്റില്ല ഇന്നതുപോലെ. ആ അതുല്യമായ തേജോഗോളം, അത്ഭുതകരമായിട്ടുള്ള തേജോഗോളം ഏകസ്ഥം, എല്ലാം കൂടി ഒന്നിച്ച് കൂടിയിട്ട്, അങ്ങനെയാണ് ഈ തേജോഗോളം ഉണ്ടായത്. എല്ലാം കൂടി ഒന്നിച്ച് കൂടിയിട്ടുള്ള ആ തേജോഗോളം, അതായത് എല്ലാ ദേവന്മാരുടെയും ശക്തി തേജസ് കൂടിയിട്ടുള്ള ആ ഗോളം എന്തായി? പെട്ടെന്ന് പതുക്കം ആദ്യം വ്യാപിച്ചു. എന്നിട്ട് ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു നാരി അഭൂത്, ഒരു സ്ത്രീ രൂപങ്ങളായി, ഒരു സ്ത്രീ രൂപം ആയിത്തീർന്നു. ദ്വിഷ വ്യാപ്ത ലോകത്രയം തത്, ശോഭ കൊണ്ട്. ദ്വിഷ പറഞ്ഞ ആ ഭഗവതിയുടെ ഇപ്പം രൂപമായില്ലോ, അതാണ് മഹാലക്ഷ്മി, 18 കീഴുള്ള മഹാലക്ഷ്മി. ആ പ്രകാശം കൊണ്ട്, ആ ഭഗവതിയുടെ ആ ശോഭ കൊണ്ട്, ആ തേജസ് 3 ലോകങ്ങളിലും അല്ലെങ്കിൽ 14 ലോകങ്ങളിലും വ്യാപിച്ചിരുന്നു എന്ന്. അതുല്യ ശോഭയാണ്. അതുകൊണ്ടാണ് ത്രിലോകങ്ങളും പ്രകാശിപ്പിച്ചത്. ഒരു നാരി രൂപമായി. അതായത് 3 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാനമായ ദേവിയായി തീർന്നു ആ തേജോഗോളം. 3 ലോകത്തിലും നിറഞ്ഞു നിൽക്കണ ആ അതുല്യ തേജസ്സോട് കൂടിയിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ള ഒരു ദേവിയായി, അതോ ത്രിലോകത്തിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരു ദേവിയായി തീർന്നു. അങ്ങനെയാണ് ഈ മഹിഷാസുരമർദ്ദനത്തിനായിട്ടുള്ള ദേവിയുടെ ഉദ്ഭവം എന്ന് പറയാൻ വെച്ചാൽ ദേവിയുടെ ശക്തി അവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ദേവി ജനിച്ചു എന്നുള്ളതൊന്നും വിചാരിക്കാനേ പാടില്ല. ദേവി എന്നുള്ള ശക്തി ഈ രൂപത്തിൽ ആവിർഭവിച്ചു എന്ന് തന്നെ നമ്മൾക്ക് പറയണം കേട്ടോ.
ദേവി നിത്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ആ ശക്തി ഉണ്ട്. പക്ഷേ ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ വന്ന് ഭക്തന്മാരെയും ശിഷ്ടന്മാരെയും രക്ഷിക്കും, ദുഷ്ടന്മാരെ ശിക്ഷിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ മഹാലക്ഷ്മിയായിട്ട് വന്നത്, മഹിരാസുരവസ്തനായിട്ട്. അപ്പം നമുക്ക് 12 വായിച്ച് 13 പോവാം. അതുലം തത്ര തത്തേജ സർവദേവ ശരീരജം ഏകസ്ഥം തദഭൂന്നാരീ വ്യാപ്തലോകത്രയം ദ്വിഷാ. ഭഗവതിക്ക് നമസ്കാരം. നമുക്ക് ആ മനസ്സിലെ 18 കൈയുള്ള ആ അതിമനോഹരിയായിട്ടുള്ള അതിപ്രകാശമാനമായിട്ടുള്ള മഹാലക്ഷ്മി നമുക്ക് നമസ്കരിക്കാം. എന്താ വെച്ചാൽ അത്ര ഒരു ഭംഗിയാണ്. അതാണ് അക്ഷസ്രക്പരശും ഗതേഷു കുലിശം പത്മം ധനുഷ്കുണ്ടികം ദണ്ഡം ശക്തിമസിം ചർമ്മജലജം ഖണ്ഡം സുരാഭാജനം ശൂലം പാശസുദർശനീ ചദതതിം ഹസ്തൈ പ്രസന്നാനനം. അതായത് ചിരിച്ച മുഖാണ് കേട്ടോ. സേവേ സൈരിഭമർദിനിം ഇഹ മഹാലക്ഷ്മിം സരോജസ്ഥിതാം. അങ്ങനെ ഉദ്ഭവിച്ചു ആ മഹാലക്ഷ്മി, ഭഗവതിരൻ്റെ രൂപമായിട്ടുള്ള മഹാലക്ഷ്മിക്ക് നമസ്കാരം. ഇനി ശ്ലോകം 13 പോവാം. യദഭൂച്ഛാംഭവം തേജ തേനോജായത തന്മുഖം യാമ്യേന ചാഭവൻ കേശാ ബാഹവോ വിഷ്ണു തേജസ. ഇനി എന്താ ഇപ്പം നാരീരൂപമായി പറഞ്ഞില്ലേ, ഇനി ഓരോ അവയവങ്ങൾക്കും ഓരോരുത്തർ ശക്തി കൊടുക്കണതൊക്കെയാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ യത് ശംഭവം തേജ, അതായത് ശംഭു പറഞ്ഞ ശിവൻ്റെ തേജസ്സിൽ നിന്നും തേന തന്മുഖം അജായത, ശിവതേജസ് പതുക്കെ ഭഗവതരെ മോഖായിന്ന്. അതായത് ഒന്നും കൂടി ഉണ്ട്. ഈ പിന്നെ ശിവൻ വെളുത്ത ശരീരമാണല്ലോ, ശരീരം വെളുത്തതാണല്ലോ. ശരിക്ക് സംഹാരത്തിൻ്റെ സമയത്തല്ലാത്തപ്പോഴൊക്കെ സത്വഗുണപ്രധാനിയാണ്. അപ്പം ഈ സമയത്ത് ഇപ്പോൾ സംഹാരത്തിനൊന്നും അല്ലല്ലോ, പിന്നെ ശിവനല്ലല്ലോ സംഹരിക്കാനൊന്നും പോണത്, ഒന്നുമല്ലല്ലോ. അപ്പോൾ ശിവൻ അപ്പം വളരെ ശാന്തനാണ്, സത്വഗുണപ്രധാനിയാണ്, വെളുത്ത ആണ് ശിവനെ. അങ്ങനെയുള്ള ശിവനെ, ശാന്ത ശിവനെ വെളുത്തതായിട്ട്, അതുകൊണ്ടാണ് ശിവൻ്റെ തേജസ് മുഖമായി എന്ന് പറഞ്ഞപ്പോൾ നല്ല നല്ല വളരെ ഭംഗിയുള്ള വെളുത്ത മുഖം. പിന്നെയോ തേന തന്മുഖമജായത്, അതായത് ശംഭുവിൻ്റെ, അതായത് ശിവൻ്റെ തേജസ്സിന് മുഖമുണ്ടായി ഭഗവതിരെ. പിന്നെയോ യാമ്യേന ച കേശാഹ അഭവൻ. യമനെ എപ്പോഴും നമ്മളെ കുറച്ചൊരു പിന്നെ അതായത് മൃത്യു എന്താണ്, നമ്മൾ ഇരുണ്ട കളറായിട്ടാണല്ലോ, കറുത്തിട്ടാണല്ലോ മൃത്യുവിനെ വെച്ചാൽ ഭയമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഒരു കറുത്ത കളറായിട്ടാണ് നമ്മൾ പറയാറെന്നാണ്. അതുകൊണ്ടാണ് യമൻ്റെ തേജസ്സിൽ നിന്ന് എന്താ യാമ്യന മീൻസ് യമൻ്റെ ച കേശഹ ഭവൻ, യമൻ്റെ തേജസ്സിൽ നിന്ന് ഭഗവതിയുടെ മനോഹരമായിട്ടുള്ള കറുത്ത ചുരുണ്ട തലമുടി ഉണ്ടായി. ശിവൻ്റെ നിന്ന് വെളുത്ത മുഖം, യമൻ്റെ തേജസ്സിൽ നിന്ന് ഭഗവതിയുടെ പിന്നെ മുടി, കറുത്ത മനോഹരമായിട്ടുള്ള കാർകൂന്തൽ അല്ലേ. വിഷ്ണു തേജസ ബാഹവാഹ, വിഷ്ണുവിൻ്റെ തേജസ്സിൽ നിന്ന് ഭഗവതിയുടെ നീണ്ടുരുണ്ട ആ മനോഹരമായിട്ടുള്ള കൈകൾ ഉണ്ടായി. അപ്പം ഇതിലിത് 3 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ധവള ശരീരനായതുകൊണ്ടാണ് മനോഹരമായ വെളുപ്പുണ്ടായത്. പിന്നെ യമൻ്റെ കറുത്ത ശരീരമാവുകൊണ്ട് ദേവിയുടെ കറുത്ത മുടി, വിഷ്ണു ഭഗവാൻ നീല നിറമാവുകൊണ്ട്, നീലം വെച്ചാൽ ഒരു ഡാർക്ക് കളറാവുകൊണ്ട് ഭഗവതിയുടെ കയ്യൊക്കെ ആ നിറമാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒരു കളറല്ല, വിവിധ വർണ്ണങ്ങളാണ് ഭഗവതി. ഈ മഹാലക്ഷ്മി ഇതിൽ പറയണത് മുഖം വെളുപ്പ്, തലമുടി കറുപ്പ്, കൈകളൊക്കെ അത്ര തന്നെ വെളുപ്പില്ല മുഖത്തിൻ്റെ അത്ര. ഒരു ഭഗവാന്റെ നിറം ഒരു നമ്മൾ കാർമേഘ കളറാണല്ലോ, ആ കളറ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞ വെച്ചാൽ എന്താ പറയുക, ത്രിഗുണങ്ങളും ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താ, യോഗമായ എന്താ ത്രിഗുണാത്മികയാണ് അല്ലേ. മായയിലാണല്ലോ ഗുണങ്ങൾ മുഴുവൻ. യോഗമായയ്ക്ക് വിദ്യാസ്വരൂപിണി അവിദ്യാസ്വരൂപിണി ഉണ്ട്, ജ്ഞാനസ്വരൂപിണി അജ്ഞാനസ്വരൂപിണി ഉണ്ട്. പക്ഷേ ഏത് രൂപിണിയാണെങ്കിലും പിന്നെ ഭഗവതിയുടെയാണ് ത്രിഗുണങ്ങൾ. അതുകൊണ്ടാണ് ഈ പല നിറം ഇതിൽ ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കണമെന്ന് ഞാൻ വായിച്ചു. അപ്പോൾ 13 വായിച്ച് 14 പോവാട്ടോ. യദഭൂച്ഛാംഭവം തേജസ്തേനാജായത തന്മുഖം യാമ്യേന ചാഭവൻ കേശാ ബാഹവോ വിഷ്ണു തേജസ. അപ്പം അങ്ങനെ മുഖം തലമുടി
കയ്യിൻ്റെയും കാര്യം പറഞ്ഞു. പിന്നെ ഈ നമുക്ക് 14 സൗമ്യേന സ്തനയോർ യുഗ്മം മധ്യം ചൈന്ദ്രേണ ചാഭവത് വാരുണേന ച ജംഘോരു നിതംബസ്തേജസാ ഭുവഃ. സൗമ്യേന സ്തനയോഹോ യുഗ്മം, അതായത് ചന്ദ്രൻ സാധാരണ തൻ്റെ നിലാവ് കൊണ്ട് എല്ലാവർക്കും കുളിർമ പകരുന്ന ആളാണല്ലോ ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ തേജസ്സിൽ നിന്നാണ് ദേവിയുടെ 2 മനോഹരമായ സ്തനങ്ങളുണ്ടായത്. ആൻഡ് ചന്ദ്രൻ നല്ല വട്ടത്തിലാണ്. അപ്പോൾ ദേവിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള 2 സ്തനങ്ങൾ ചന്ദ്രൻ്റെ നിന്നാണ് ഉണ്ടായത്. എല്ലാവർക്കും കുളിരേകുന്നോ അല്ലെങ്കിൽ എല്ലാവരിലേക്കും ദേവിയുടെ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകുന്ന കാരുണ്യം ഏതുപോലെ ചന്ദ്രൻ്റെ നിലാവ് എല്ലാവർക്കും കുളിർമ നൽകുന്ന പോലെ ചന്ദ്രൻ്റെ തേജസ്സിൽ നിന്നുണ്ടായ ദേവിയുടെ സ്ഥലം നിന്ന് ഒഴുകുന്ന കാരുണ്യം ആകുന്ന ആ ഒരു കുളിർമ എല്ലാവർക്കും കിട്ടുന്ന, അങ്ങനെയൊക്കെയാണ് അതിൽ പറയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചന്ദ്രന് ദേവിയുടെ മനോഹര സ്ഥലങ്ങളുണ്ടായി. പിന്നെയോ മധ്യം ച ഐന്ദ്രേണ അഭവത്, ഇന്ദ്ര തേജസ്സിൽ നിന്നാണ് ഭഗവതിയുടെ എന്താണ് ഈ മധ്യഭാഗം, അരക്കെട്ട് മുൻഭാഗം എന്ന് പറയണം, അരക്കെട്ടിൻ്റെ മുൻഭാഗം, ആ ഒതുങ്ങിയിട്ടുള്ള അരക്കെട്ടുണ്ടായത് അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയാം, മധ്യഭാഗം ഉണ്ടായത് ഇന്ദ്രൻ്റെ തേജസ്സുണ്ട്. പിന്നെയോ വാരുണേനാച്ച ജംഘോരു, വരുണൻ ദേവൻ്റെ സമുദ്രത്തിൻ്റെ അധിപനാണല്ലോ. വരുണത്തിൻ്റെ തേജസ് കൊണ്ട് തൊടയും ഈ കണങ്കാലും ഉണ്ടായി. എല്ലാം ബ്യൂട്ടിഫുള്ളാണ്, കാരണം എല്ലാം ദേവ തേജസ് കൊണ്ട് ഉണ്ടായതാ. പിന്നെയോ ഭ്രുവഹ തേജസ നിതംബഹ, അല്ല ഭ്രുവല്ല കേട്ടോ, ഭുവഹ പറഞ്ഞ ഭൂമിയുടെ തേജസ് കൊണ്ട് എന്തുണ്ടായി, ഈ അരക്കെട്ടിൻ്റെ പിൻഭാഗം, അതിനാണ് കടിതടം എന്ന് പറയുക. അരക്കെട്ടിൻ്റെ പിൻഭാഗം ഉണ്ടായി. പിന്നെ എന്താണ് മധ്യപ്രദേശത്തിൻ്റെ പിൻഭാഗം, മധ്യപ്രദേശ് ഉണ്ടായത് ഇന്ദ്രനിൽ നിന്നാണല്ലോ. ഈ പിന്നെ അരക്കെട്ടിൻ്റെ പിൻഭാഗം ഭൂമിയുടെ തേജസ്സുണ്ട്. അപ്പോൾ ചന്ദ്ര തേജസ്സുകൊണ്ട് ഉണ്ടായതിനാണ് മധ്യ സ്ഥാനങ്ങളൊക്കെ വെളുത്തതുമാണ്, എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നതാണ്. ഇന്ദ്ര തേജസ് ആയതുകൊണ്ട് രജോ ഗുണപ്രധാനിയാണ് ഇന്ദ്രനെ, അതുകൊണ്ട് മധ്യഭാഗം ചുവപ്പ് നിറാത്രേ. ഈ ദേവന്മാരൊക്കെ രജോ ഗുണപ്രധാനികളാണല്ലോ. അപ്പോൾ അവർക്ക് 2 സത്വഗുണമൊക്കെ ഉണ്ട് കേട്ടോ, സത്വഗുണവും തമോ ഗുണമൊക്കെ ഉണ്ട്, പക്ഷേ രജോ ഗുണപ്രധാനികളാണ്. അപ്പോൾ ഇന്ദ്രൻ ആണല്ലോ മധ്യഭാഗം കൊടുത്തത്, അപ്പോൾ മധ്യഭാഗം ചുവപ്പ് നിറാണത്രേ. അതാണ് 14 ഇപ്പോൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഈ സ്ഥലങ്ങൾ ചന്ദ്രനിൽ നിന്നും പിന്നെ എന്താ പറയുക, ഇന്ദ്രൻ്റെ തേജസ് നിന്ന് മധ്യഭാഗവും വരുണൻ്റെ തേജസ് നിന്ന് കണങ്കാലും തൊടയും, പിന്നെ ഭൂമിയുടെ തേജസ് നിന്ന് ഈ മധ്യഭാഗത്തിലത്തെ പിൻഭാഗവും കടിതറവും എന്ന് പറഞ്ഞു. ഇനി 14 വായിച്ച് 15ലേക്ക് പോവാം. സൗമ്യേന സ്തനയോർ യുഗ്മം മധ്യം ചൈന്ദ്രേണ ചാഭവത് വാരുണേന ച ജംഘോരു നിതംബസ്തേജസാ ഭുവഃ. 15 ബ്രഹ്മണസ്തേജസാ പാദൗ തദംഗുല്യോർക്ക തേജസാ വസൂനാം ച കരാംഗുല്യ കൗബേരേണ ച നാസിക. കുറേ ദേവന്മാർ പറയും, മുഴുവൻ പറയാൻ സാധിക്കില്ലല്ലോ, 33 മുക്കോടി. പക്ഷേ എത്ര അവയവങ്ങളുണ്ട് അല്ലേ, പിന്നെ ഉള്ളിലെന്തെല്ലാം അവയവങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും മുഴുവൻ പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയോ, ബ്രഹ്മണ തേജസ പാദവും, ബ്രഹ്മ തേജസ് കൊണ്ട്, അതായത് പിന്നെ ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് പാദങ്ങളുണ്ടായി. പിന്നെയോ അർക്ക തേജസ തദംഗുല്യ, സൂര്യൻ്റെ തേജസ് കൊണ്ട് കാൽ വിരലുകളുണ്ടായി. പിന്നെയോ വസൂനാംച തേജസ കരാങ്കുല്യ, അഷ്ടവസുക്കളുണ്ടല്ലോ, ഈ ദ്രോണൻ ഇങ്ങനെയുള്ള അഷ്ടവസുക്കളുടെ തേജസ് കൊണ്ട് കൈവിരലുകളുണ്ടായി. കരാങ്കുല്യ എന്ന് പറഞ്ഞു. മറ്റത് കാലിലത്തെ വിരലുകളാണ് കേട്ടോ ഏത് പറഞ്ഞത്, ഈ സൂര്യ തേജസ് കൊണ്ട്. അഷ്ടവസുക്കളുടെ തേജസ് കൊണ്ടാണ് കൈവിരലുകളുണ്ടായത്. കുബേരേണ നാസികാച്ച, കുബേരൻ്റെ തേജസ് കൊണ്ട് മൂക്കുണ്ടായി. അപ്പം ഇതിൽ ബ്രഹ്മ തേജസ് കൊണ്ട് പാദങ്ങളുണ്ടായി. അതുകൊണ്ട് ബ്രഹ്മാവ് രജോ ഗുണപ്രധാനിയ സൃഷ്ടിയാണല്ലോ പണി, അപ്പോൾ രജോ ഗുണപ്രധാനിയാണല്ലോ, അപ്പോൾ കാലൊക്കെ ചോപ്പാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതായത് ശരിക്കും ദേവി ത്രിഗുണാത്മികയാണ്. ദേവിയിലെ സത്വരജസ്തമോ ഗുണങ്ങൾ
ദേവിയിലാണെന്ന് നമ്മൾ പറഞ്ഞത്. രൂപത്തിലും കാണിക്കണേ. ത്രിഗുണാത്മികയാണ് ദേവി. ഇപ്പോൾ ദേവി ആവിർഭവിച്ച രൂപത്തിലും ത്രിഗുണാത്മികയെന്ന് കാണിക്കാനാണ് പല നിറം. നാനാവർണ്ണങ്ങളുള്ള അവയവങ്ങളോടുകൂടിയ ദേവി എന്തു ചെയ്യും? നാനാവർണ്ണങ്ങളോടുകൂടിയ വസ്ത്രങ്ങളും നാനാവർണ്ണങ്ങൾ ഉള്ള ആഭരണങ്ങളും ഒക്കെ ധരിക്കും. എന്തിനാച്ചാൽ ദേവിയുടെ ഈ ആവിർഭവിച്ച രൂപവും ത്രിഗുണാത്മികയാണ്. അതായത് ദേവിക്ക് വേണമെങ്കിൽ താമസിക് ആസ്പെക്റ്റ് എടുത്തിട്ട് ദുഷ്ടന്മാരെ വധിക്കാം, രാജസിക് ആസ്പെക്റ്റ് എടുത്തിട്ടും ദുഷ്ടന്മാരെ വധിക്കുകയും ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ചെയ്യാം ആക്ഷൻ കൊണ്ട്. പിന്നെ സാത്വിക് ആസ്പെക്റ്റ് എടുത്തിട്ട് മോക്ഷവും കൊടുക്കാം. അപ്പം ഈ ദേവി സ്വതേ ത്രിഗുണാത്മികയാണ്. അപ്പോൾ ആവിർഭവിച്ച ഒരു രൂപം എടുത്തപ്പോഴും ത്രിഗുണാത്മികയാണെന്ന് കാണിക്കാനാണത്രേ പല പല നിറങ്ങളൊക്കെ ഇതിൽ പറഞ്ഞത്. അങ്ങനെ നാനാവർണ്ണങ്ങളുള്ള അവയവങ്ങളോട് കൂടിയ ദേവി നാനാവർണ്ണങ്ങളുള്ള വസ്ത്രം ധരിച്ച് നാനാവർണ്ണങ്ങളുള്ള ആഭരണങ്ങൾ ധരിച്ച് തൻ്റെ ഈ രൂപം ത്രിഗുണാത്മികയാണെന്ന് കാണിക്കാനാണെന്നാണ് ഒരു എന്താണ് വ്യാഖ്യാതാക്കൾ പറയണമെന്ന് പറയട്ടെ. എനിക്കിതൊന്നും പറയാൻ അർഹതയും അറിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയണമെന്ന് തന്നെ പറയട്ടെ. അപ്പം നമുക്ക് 15 വായിച്ച് 16 പോവാം. ബ്രഹ്മണസ്തേജസാ പാദൗ തദങ്കുല്യോർക്ക തേജസാ. അതാണ് അങ്കുല്യം, കാൽവരലാർക്കൻ സൂര്യനെ. വസൂനാം ച കരാങ്കുല്യ കുബേരേണ ച നാസിക. ഇനി 16. തസ്യാസ്തു ദന്താഃ സംഭൂതാഃ പ്രജാപത്യേന തേജസാ നയനത്രിതയം ജജ്ഞേ തഥാ പാവക തേജസാ. ഇനിയും പ്രധാനപ്പെട്ട അവയവങ്ങളും കൂടിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 16 എന്താണ്? തസ്യാഹ തു, ആ ദേവിക്ക് പ്രാജാപത്യേന തേജസ, പ്രജാപതിയുടെ അതായത് ഈ ദക്ഷ പ്രജാപതിയൊക്കെ ഉണ്ടല്ലോ, കുറേ പ്രജാപതികളുണ്ടല്ലോ, കശ്യപ പ്രജാപതി, ദക്ഷ പ്രജാപതി, അങ്ങനത്തെ വെച്ചാൽ ആദ്യം സ്വയംഭുവ മനു ഇവരെയൊക്കെയാണല്ലോ സൃഷ്ടിക്ക് ഏൽപ്പിച്ചത്. വെച്ചാൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തന്നെയാണ്, ബ്രഹ്മാവിൻ്റെ ശക്തിയാണ് സൃഷ്ടി. പക്ഷെ പ്രജാപതികളെയൊക്കെയാണല്ലോ പിന്നെ കൂടുതൽ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ഏൽപ്പിച്ചതൊക്കെ. അപ്പം അങ്ങനത്തെ പ്രജാപതികൾ, കശ്യപ പ്രജാപതി, ദക്ഷ പ്രജാപതി, അവരെയാണ് ഇവിടെ മീൻ ചെയ്യണം കേട്ടോ. തസ്യാഹ തു, ആ ദേവിക്ക് പ്രാജാപത്യേന തേജസ, പ്രജാപതിമാരുടെ തേജസ്സിൽ നിന്നും എന്താ ഉണ്ടായത്? ദന്താഹ സംഭൂത, ദന്തങ്ങളുണ്ടായി, വെളുത്ത പല്ലുകൾ. തഥാ പാവക തേജസ, അതായത് പിന്നെ അഗ്നിയുടെ, പാവകൻ അഗ്നിയാണല്ലോ, അഗ്നിയുടെ തേജസ്സിൽ നിന്നും എന്തുണ്ടായി? നയനത്രിതയം ജജ്ഞി, അഗ്നി പോലെ പ്രകാശമുള്ള എന്തുണ്ടായി? മനോഹരമായിട്ടുള്ള നേത്രങ്ങൾ, 3 നേത്രങ്ങൾ, ത്രിതയം അല്ലേ, 3 നേത്രങ്ങളുണ്ടായി. ആരുടെ കയ്യിൽ നിന്ന്? അഗ്നിയുടെ തേജസ്സിൽ നിന്ന്. അപ്പോൾ ഈ ഓരോന്നും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അവയവങ്ങളും പറയണം. പ്രജാപതികളിൽ നിന്നാണ് പല്ലുണ്ടായത്, വളരെ മനോഹരമായിട്ടുള്ള മുല്ലമൊട്ട് പോലുള്ള പല്ലെന്നൊക്കെ നമ്മൾ പറയൂല അത്. പിന്നെ അഗ്നിയിൽ നിന്ന് ദേവിയുടെ ആ 3 തൃക്കണ്ണുകളും ഉണ്ടായി. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് 16 വായിച്ച് 17 കൂടിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ. തസ്യാസ്തു ദന്താഃ സംഭൂതാഃ പ്രാജാപത്യേന തേജസാ നയനത്രിതയം ജജ്ഞേ തഥാ പാവക തേജസാ. ഇനി ഭ്രുവൗ ച സന്ധ്യയോസ്തേജഃ. 17 കേട്ടോ. ശ്രവണാവനിലസ്യ ച അന്യേഷാം ചൈവ ദേവാനാം അഭവത് തേജസാ ശിവ. എന്താ പറഞ്ഞേ? ഈ തേജസ്സുകളുടെ അതായത് എല്ലാ തേജസ്സുകളും ചേർന്നൊരു തേജോ നാരീ രൂപം ഉണ്ടായിന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ഭ്രുവൗച്ച, ഇതിലെന്താ പറഞ്ഞ 17 അതോ സന്ധ്യോഹ തേജ ഭ്രുവൗച്ച, 2 സന്ധ്യകളുടെയും തേജസ് എന്തായി? അതായത് പ്രാതസന്ധ്യയും സായം സന്ധ്യയും, 2 സന്ധ്യ ഉണ്ടല്ലോ, രാവിലെ സന്ധ്യയും വൈകുന്നേരത്തെ സന്ധ്യയും. ആ സന്ധികളുടെ തേജസ്സാണ് അത്ര പുരികക്കൊടിയായത് ദേവിയുടെ. പിന്നെയോ അനിലസ്യ തേജസ് ശ്രവണൗച്ച, വായുവിൻ്റെ തേജസ് നിന്നാണ് ശ്രവണം വെച്ചാൽ കാതുകളുണ്ടായത്, ഭഗവതിയുടെ ചെവി ഉണ്ടായത് പിന്നെ വായു എന്നാണ്. സന്ധികളിൽ നിന്നാണ് പുരികക്കൊടി ഉണ്ടായത്. പിന്നെയോ
അന്യേഷാം ച ഏവ ദേവാനാം തേജസ ശിവ അഭവത്. അങ്ങനെ ബാക്കിയെല്ലാം പറയാൻ സാധിക്കില്ല എന്ന് പറയാണ്. മറ്റ് ദേവന്മാരുടെ ഒക്കെ തേജസ്സിൽ നിന്ന് ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായിട്ട് ശിവ അഭവത്, മംഗളസ്വരൂപിണിയായിട്ടുള്ള രക്ഷാസ്വരൂപിണിയായിട്ടുള്ള ദേവി തിരു അവതാരം ചെയ്തു എന്ന് തന്നെ പറയണം നമ്മൾ, അല്ലേ? അങ്ങനെ ആണ് ഈ ദേവിയുടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മഹാലക്ഷ്മിയുടെ ഇവിടെ പറഞ്ഞ് നമ്മൾ 17ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്താം. അതായത് എല്ലാ തേജസ്സുകളും എല്ലാ ദേവന്മാരുടെയും എല്ലാ തേജോഗുണങ്ങളും ഒന്നിച്ച് ചേർന്നിട്ട് എല്ലാ അവയവങ്ങളും വിവിധ നാനാവർണ്ണങ്ങളുടെ അവയവങ്ങളോട് കൂടി അതിമനോഹരിയായിട്ടുള്ള ഈ ദേവി ഒരു തേജോ നാരീ രൂപം, എല്ലാ തേജസ്സുകളും ചേർന്ന് ഒരു തേജോ നാരീ രൂപം ഉണ്ടായി. അത്രയും കേട്ടോ. രൂപം ഉണ്ടായിന്ന് നമ്മൾ ദേവി ഉത്ഭവിച്ചു എന്ന് പറയാനേ പാടില്ല, ദേവിയുടെ ഈ രൂപം ഉണ്ടായിന്നേ നമുക്ക് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 17 വായിച്ച് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ആ ഭഗവതി തൊഴുതിട്ട്, കാരണം ഇപ്പം ദേവി ഓൾമോസ്റ്റ് കംപ്ലീറ്റായി. ഭ്രുവൗച സന്ധ്യയോസ്തേജ ശ്രവണാവനിലസ്യ ച അന്യേഷാം ചൈവ ദേവാനാമഭവത് തേജസാ ശിവ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവമംഗളമംഗല്യേ ശിവേ ശിവാഭൂത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.